Hi folks, 2026 മെന്റർഷിപ്പിന്റെ ഫസ്റ്റ് എപ്പിസോഡ്. സോ നമ്മൾ നോക്കാൻ പോകുന്ന കാൻഡിൽ സിക്സിനെ കുറിച്ചാണ്. സോ ഇങ്ങനത്തെ ഒരു വീഡിയോ യൂട്യൂബിൽ വേറെ ഇല്ല കാൻഡിൽ സിക്സിനെ കുറിച്ച്. സോ നമ്മൾ കാൻഡിൽ സിക്സിന്റെ കളറും പറഞ്ഞ് ബുള്ളിഷ് ആണോ ബെയറിഷ് ആണോ എന്ന് പറഞ്ഞ് വിടുന്നൊരു ചെറിയ വീഡിയോ അല്ലത്. ഇത് ശരിക്കും എന്താണ് ഒരു ക്യാൻഡിൽ നടക്കുന്നത് എന്നുള്ളൊരു ഇതാണ്. അതേപോലെ കാൻഡിൽ സിക്സ് എന്താണെന്നും കാൻഡിൽ സിക്സ് ഓരോ ക്യാൻഡിലും പ്രിന്റ് ആവുന്നതിന്റെ മീനിങ് എന്താണെന്നും പല പല കാൻഡിൽ സ്റ്റിക്സിന്റെ ടൈപ്പ് മാറ്റർ അല്ല. അതേപോലെ നമുക്കൊരു ബുള്ളിഷ് റണ്ണിന്റെ ഇടയ്ക്ക് ഒരു റെഡ് ക്യാൻഡിൽ വന്നാലും അത് പിന്നെയും ബുള്ളിഷ്നെസ്സിനാണ് ട്രിഗർ ചെയ്യുന്നത്. അതേപോലെ ബാരിഷ്നെസ്സിന്റെ ഇടയ്ക്ക് ഒരു ഗ്രീൻ ക്യാൻഡിൽ വരുന്നത് ആക്ച്വലി നല്ലതാണ്. അത് ആക്ച്വലി നമ്മുടെ ബാരിഷ്നെസ്സിനെ പിന്നെയും ട്രിഗർ ചെയ്യുവാണ്. ഇതൊക്കെയാണ് നമ്മൾ ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. സോ നമ്മൾ ചുമ്മാ നോർമലി കേട്ടിട്ടുള്ള കണക്ക് ഓരോ പാറ്റേൺസ് വെച്ചും ഓരോ ക്യാൻഡിൽസിന് നെയിം കൊടുത്തും സ്പിന്നിങ് ടോപ്പ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ അങ്ങനെ വിളിച്ചല്ല ചെയ്യുന്നത്. നമ്മൾ ശരിക്കും ഒരു ഇൻസ്റ്റിറ്റ്യൂഷണൽ ലെവൽ ടൈപ്പ് ക്യാൻഡിൽസ്റ്റിക് റീഡിംഗ് ആണ്. സോ ലൈക്ക് നമ്മള് ഇൻഡെപ്ത് ആയിട്ട് പോയി ഓർഡർ ഫ്ലോയോ ഡെപ്ത് ഓഫ് മാർക്കറ്റോ ഒന്നും നോക്കുന്നില്ല. ഞാൻ ഇവിടെ ട്രേഡ് എടുത്ത് കാണിച്ചിരുന്നത് നിങ്ങൾക്ക് ജസ്റ്റ് ക്യാൻഡിൽ സ്റ്റിക്സ് വെച്ചിട്ടാണ്. നമ്മളൊരു ഡെപ്ത് ഓഫ് മാർക്കറ്റോ ഡോമോ കാര്യങ്ങളോ ഒന്നും നമ്മൾ നോക്കാറില്ല. നമ്മൾ പ്യൂർ ക്യാൻഡിൽ സ്റ്റിക്സിലും ചാർട്ടിൽ ലൈൻസ് വരച്ചും സർക്കിൾസ് വരച്ചും നമ്മൾ ഫ്യൂച്ചർ പ്രൊഡിക്ട് ചെയ്യുന്നു. സോ ഇങ്ങനത്തെ ഒരു വീഡിയോ നമ്മുടെ യൂട്യൂബിൽ വേറെ ഇല്ല. സോ നമ്മൾ ഫസ്റ്റ് ചാപ്റ്റർ കാൻഡിൽ സിക്സ്. സോ ഗൈസ്, ഈ ഒരു ക്യാൻഡിൽ എന്ന് പറയുന്നത് ഒരു ബുള്ളിഷ് ഡേയുടെ ക്യാൻഡിലാണ്. ഓക്കെ, ബുള്ളിഷ് ഡേ അല്ലെങ്കിൽ ഒരു ബുള്ളിഷ് മിനിറ്റിന്റെ അല്ലെങ്കിൽ ഒരു ബുള്ളിഷ് വീക്കിന്റെ അല്ലെങ്കിൽ ഒരു ബുള്ളിഷ് മന്തിന്റെ അല്ലെങ്കിൽ ഒരു ബുള്ളിഷ് അവറിന്റെ ക്യാൻഡിൽ അല്ലെങ്കിൽ ഒരു ബുള്ളിഷ് 4 അവറിന്റെ ക്യാൻഡിൽ. സോ ഇവിടെ എനിക്ക് പറഞ്ഞു തരാനുള്ള ഫസ്റ്റ് കോൺസെപ്റ്റ് ആണ് ഫ്രാക്ടാലിറ്റി. ഓക്കെ, എനിക്ക് പറഞ്ഞു തരാനുള്ള ഫസ്റ്റ് കോൺസെപ്റ്റ് ആണ് ഫ്രാക്ടാലിറ്റി. ഫ്രാക്ടൽ ആണ് എല്ലാ ക്യാൻഡിൽസും. എന്ന് വെച്ചാൽ ഈ ക്യാൻഡിൽ നമുക്ക് ഏത് ടൈം വേണേലും ആവാം. നമുക്ക് നമ്മുടെ മെയിൻ സ്ട്രീമിലുള്ള ടൈം ഫ്രെയിംസ് ആണ്. 1 മിനിറ്റ് ഉണ്ട്, നമുക്ക് 3 മിനിറ്റ് ഉണ്ട്, 5 മിനിറ്റ് ഉണ്ട്, 15 ഉണ്ട്, 1 hour ഉണ്ട്, 4 hour ഉണ്ട്, 1 day ഉണ്ട്, 1 week ഉണ്ട്, 1 month ഉണ്ട്, 1 year ഉണ്ട്. സോ ഈ ഒരു ക്യാൻഡിൽ എന്ന് പറയുന്നത് നമുക്ക് ഏത് ഒരു ടൈം ഫ്രെയിമിലെ വേണേലും ആവാം. ഓക്കെ, ഈ ഒരു ക്യാൻഡിൽ എന്ന് പറഞ്ഞാൽ നമുക്ക് ഏതൊരു ടൈം ഫ്രെയിമിൽ വേണേലും ആകാം. ഇത് ഒരു ബുള്ളിഷ് ക്യാൻഡിൽ ആണ്. ഒരു 1 മിനിറ്റിന്റെ ബുള്ളിഷ് ക്യാൻഡിൽ ആവാം, 3 മിനിറ്റിന്റെ ബുള്ളിഷ് ക്യാൻഡിൽ ആവാം, 5 മിനിറ്റിന്റെ ബുള്ളിഷ് ക്യാൻഡിൽ ആവാം. സോ നമുക്ക് അതേപോലെ തന്നെ ഓപ്പോസിറ്റ് സൈഡ് നോക്കാം. ഇതൊരു ബെയറിഷ് ക്യാൻഡിൽ ആണ്. ബെയറിഷ് ക്യാൻഡിൽ തന്നെ ആ ഡേയിൽ നമ്മൾ സെല്ലായിരുന്നു ചെയ്യേണ്ടിയിരുന്നത്. സോ ആ ബെയറിഷ് ക്യാൻഡിലിന്റെ 1 മിനിറ്റിന്റെ ബെയറിഷ് ക്യാൻഡിൽ ഇങ്ങനെയാണ്, 3 മിനിറ്റിന്റെ, 5 മിനിറ്റിന്റെ, 1 hourന്റെ എല്ലാത്തിന്റെയും ബെയറിഷ് ക്യാൻഡിൽ ഇങ്ങനെയാണ് ഫോം ആവുന്നത്. ഇതാണ് ഒരു പെർഫെക്റ്റ് ഡേ. പക്ഷെ നമുക്ക് എല്ലാ ഡേയും നമുക്ക് പെർഫെക്റ്റ് ആണ്. ക്യാൻഡിൽ എങ്ങനെ ഫോം ആയാലും നമ്മുടെ ഡേ എല്ലാം പെർഫെക്റ്റ് ആണ്. ക്യാൻഡിലിന്റെ ഷേപ്പ് വരുന്നത് ക്യാൻഡിലിന്റെ ക്ലോസിംഗ് അനുസരിച്ചാണ്. ഓക്കെ, സോ ക്യാൻഡിൽ എങ്ങനെയാണെങ്കിലും നമുക്കൊരു പെർഫെക്റ്റ് ഡേ കണ്ടെത്താനായിട്ട് ക്യാൻഡിൽ ഇങ്ങനെ ഇരിക്കണമെന്നില്ല. ക്യാൻഡിലിന്റെ ക്ലോസിംഗിന്റെ ബേസിലാണ് നമുക്ക് ക്യാൻഡിൽ പെർഫെക്റ്റ് ആണോ അല്ലയോ എന്ന് മനസ്സിലാവുന്നത്. സോ നമുക്ക് ക്യാൻഡിൽ സ്റ്റിക്കിന്റെ ഡെപ്തിലേക്ക് കിടക്കാം. നിങ്ങൾക്ക് അപ്പൊ ഫ്രാക്ടാലിറ്റി മനസ്സിലായി. സോ ഫ്രാക്ടാലിറ്റിയുടെ അകത്തേക്ക് പോകുവാണെങ്കിൽ, കുറച്ചുകൂടെ ഡെപ്ത് ആയിട്ട് പോകുവാണെങ്കിൽ, നമുക്ക് ഈ ഒരു ഗ്രീൻ ക്യാൻഡിൽ നിങ്ങൾ കണ്ടില്ലേ? ഓക്കെ, നമുക്ക് ഒരു ബുള്ളിഷ് ഡേയുടെ എക്സാമ്പിൾ എടുക്കാം. ഈ ഒരു ഗ്രീൻ ക്യാൻഡിലിന്റെ ഉള്ളിൽ നടക്കുന്ന സംഭവമാണ് ഇത്. ഓക്കെ, ക്യാൻഡിൽ ഇവിടാണ് ഓപ്പൺ ആയത്. നമുക്ക് ഓപ്പൺ മാർക്ക് ചെയ്യാം. നമുക്ക് ഇതായിരുന്നു നമ്മുടെ രണ്ട് ക്യാൻഡിലിന്റെയും ഓപ്പൺ. നമ്മുടെ ഗ്രീൻ ക്യാൻഡിലിന്റെ ഓപ്പൺ. രണ്ട് ക്യാൻഡിൽ ഓപ്പൺ അല്ല, ഗ്രീൻ ക്യാൻഡിലിന്റെ ഓപ്പൺ. ഗ്രീൻ ക്യാൻഡിൽ ഓപ്പൺ ആയി, എന്നിട്ട് താഴേക്ക് പോയി വിക്ക് ഉണ്ടാക്കി. ആ ഒരു സ്റ്റേജിനെ നമ്മൾ വിളിക്കുന്ന ഒരു പേരുണ്ട്. നിങ്ങൾ ചുമ്മാ ഓർത്ത് വെച്ചാൽ മതി, ഇതിന്റെ എക്സ്പ്ലനേഷൻസ് വരുന്നുണ്ട്. നമ്മുടെ ബുള്ളിഷ് ഡേയിൽ ഓപ്പോസിറ്റ് സൈഡിലേക്ക് പോകുന്നതിനെ വിളിക്കുന്നതാണ് മാനിപ്പുലേഷൻ. ഓക്കെ, നമുക്ക് ഈ മാനിപ്പുലേഷൻ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റിയാലാണ് നമുക്ക് നമ്മുടെ റിയൽ ഡിസ്ട്രിബ്യൂഷൻ ട്രേഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. സോ നമ്മുടെ റിയൽ ഡിസ്ട്രിബ്യൂഷൻ ആണ് ഈ ഒരു ക്യാൻഡിലിന്റെ ഫുൾ ബോഡി എന്ന് പറയുന്നത്. ഓക്കെ, ഈ ഒരു ഫുൾ ക്യാൻഡിലിന്റെ ബോഡി എന്ന് പറയുന്നത് നമ്മുടെ റിയൽ ഡിസ്ട്രിബ്യൂഷൻ ആണ്.
ഓക്കെ, ഈ ഒരു ക്യാൻഡിലിന്റെ ബോഡി ഡിസ്ട്രിബ്യൂഷൻ ആണ്. സോ എന്നിട്ട് നമുക്ക് ഈ ഒരു വിക്കി എന്നുള്ള റിട്രേസ്മെന്റ്, അതൊരു റിട്രേസ്മെന്റ് ആണ്. നമ്മുടെ ഡേ ക്ലോസ് ചെയ്യുന്നതിന് മുമ്പ് ഒരു 30% റിട്രേസ് ചെയ്യും. സോ ഇങ്ങനെയാണ് ഒരു ക്യാൻഡിൽ ഫോം ആവുന്നത്. നമുക്ക് ഏതൊരു ക്യാൻഡിൽ നോക്കുവാണെങ്കിലും, ഇപ്പൊ നമുക്ക് ഒരുപാട് ടൈപ്പ് ഓഫ് ക്യാൻഡിൽസ് കാണാൻ പറ്റും. ഇപ്പൊ ഞാൻ വേറൊരു ടൈപ്പ് ഓഫ് ക്യാൻഡിലിന്റെ ഇത് കാണിച്ചു തരാം. നമുക്കത് ഇങ്ങനത്തെ ഒരു ക്യാൻഡിൽ ഫോം ആവാറുണ്ട്. ഈ ക്യാൻഡിലിന്റെ കളർ എന്തും ആയിക്കോട്ടെ, ഞാൻ അതുകൊണ്ട് ഒരു ബ്ലാക്ക് കളർ കൊടുക്കുന്നു. നമുക്കത് ഇങ്ങനത്തെ ഒരു ക്യാൻഡിൽ ഫോം ആവാറുണ്ട്. ഓക്കെ, നമുക്ക് ഇങ്ങനത്തെ ഒരു ക്യാൻഡിൽ ഫോം ആവാറുണ്ട്. ഈ ക്യാൻഡിലും നടക്കുന്നത് സെയിം എഞ്ചിനീയറിംഗ് ആണ്. ക്യാൻഡിൽ ഇവിടെ ഓപ്പൺ ചെയ്തു, ക്യാൻഡിൽ മാനിപ്പുലേറ്റ് ചെയ്തു, തിരിച്ച് റിട്രേസ് ആയി, തിരിച്ച് ഡിസ്ട്രിബ്യൂട്ട് ആയി, ക്യാൻഡിൽ ഇങ്ങനെ ക്ലോസ് ആയി. നമ്മുടെ ട്രേഡ് ഫോം ആയോ? നമ്മുടെ ഈ ഒരു സെയിം ആർക്കിടെക്ചർ ഇവിടെ വർക്ക്ഔട്ട് ആയോ? ഇതിൽ ജസ്റ്റ് മാനിപ്പുലേഷൻ ഇച്ചിരി ലോങ്ങർ ആയിരുന്നു. മാനിപ്പുലേഷൻ ലോങ്ങർ ആവാൻ കാരണം ഞാൻ ഫ്യൂച്ചറിൽ വളരെ ഡീറ്റെയിൽഡ് എക്സ്പ്ലെയിൻ ചെയ്യാം. പക്ഷെ ഇവിടുത്തെ കാരണം നമുക്ക് അവിടെ പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റ്, അല്ലെങ്കിൽ ആ ഒരു ദിവസത്തിന്റെ ചെന്നെത്തേണ്ട ഒരു ഇൻട്രസ്റ്റ് ആയിട്ടുള്ള ഒരു പോയിന്റ്, ആ ഒരു പോയിന്റ് ഇച്ചിരി ദൂരെയായിരുന്നു. അതുകൊണ്ടാണ് അതിന്റെ വിക്ക് ഇച്ചിരി വലുതായത്. അല്ലാണ്ട് ഈ ദിവസം വെറുതെ ബുള്ളിഷോ ബെയറിഷോ ആണെന്നോ അങ്ങനൊന്നും അല്ല അതിന്റെ അർത്ഥം. ഈ ഒരു ക്യാൻഡിൽ റെഡോ ഗ്രീനോ ഒന്നും അതിന്റെ ബാധ്യതയല്ല. നമുക്ക് മാനിപ്പുലേഷൻ ഏത് സൈഡാണോ അതിന്റെ എഗെയിൻസ്റ്റ് ആയിട്ടാണ് ഡിസ്ട്രിബ്യൂഷൻ വരുന്നത്. അതിന്റെ എഗെയിൻസ്റ്റ് ആയിട്ടാണ് നമ്മൾ ട്രേഡ് എടുക്കേണ്ടത്. മാനിപ്പുലേഷൻ ട്രേഡ് ചെയ്യുന്നവരും ഉണ്ട്, അഡ്വാൻസ് ട്രേഡേഴ്സ് ആണ്. നമ്മുടെ ഡിസ്ട്രിബ്യൂഷൻ ട്രേഡ് ചെയ്യുന്നവരുണ്ട്. ബിഗിനേഴ്സിന് പറഞ്ഞിട്ടുള്ളത് ഡിസ്ട്രിബ്യൂഷൻ ആണ്. സോ നമുക്ക് വേറൊരു ടൈപ്പ് ഓഫ് ക്യാൻഡിൽ നോക്കാം. ഇതിന്റെ തന്നെ നേരെ റിവേഴ്സ് ക്യാൻഡിൽ നോക്കാം. ഓക്കെ, ഇതൊരു റിവേഴ്സ് ക്യാൻഡിലാണ്. ഇവിടെ നടന്നിരിക്കുന്നത് എന്താണ്? ഇവിടെ നമുക്ക് മാർക്കറ്റ് ഇവിടെ ഓപ്പൺ ആയി, മാനിപ്പുലേറ്റ് ചെയ്തു, ഡിസ്ട്രിബ്യൂട്ട് ചെയ്തു. ഓക്കെ, പെർഫെക്റ്റ് ക്യാൻഡിൽസ്. ഇതെല്ലാം പെർഫെക്റ്റ് ക്യാൻഡിൽസ് ആണ്. നമുക്കൊരു സ്പെസിഫിക് ക്യാൻഡിൽ ഇല്ല പെർഫെക്റ്റ് എന്ന് പറയാൻ. പിന്നെ നമ്മുടെ ഇതിൽ കോമൺ ആയിട്ടുള്ള ഒരു മെയിൻ സ്ട്രീമിലുള്ള ഒരു ക്യാൻഡിലാണ് ഇങ്ങനത്തെ ഒരു ക്യാൻഡിൽ. ഈ ക്യാൻഡിൽ വരുമ്പോഴും ആൾക്കാർ ഇൻഡിസൈസീവ് ആണ്, ഒരുപാട് പേര് ഇതിന് കൊടുക്കാറുണ്ട്. ഇവിടെയും നടക്കുന്നത് ഒറ്റ കാര്യം എന്താണ്? ക്യാൻഡിൽ ഓപ്പൺ ആവുന്നു, ക്യാൻഡിൽ മാനിപ്പുലേറ്റ് ആവുന്നു, ക്യാൻഡിൽ ഡിസ്ട്രിബ്യൂട്ട് ആവുന്നു, തിരിച്ചു വന്ന് ഇവിടെ ക്ലോസ് ചെയ്യുന്നു. ഇതാണ് ഇവിടെ നടക്കുന്നത്. അക്യുമുലേഷൻ, മാനിപ്പുലേഷൻ, ഡിസ്ട്രിബ്യൂഷൻ, ഇതെല്ലാം ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. സോ ഈ ക്യാൻഡിലും നടക്കുന്ന ഒരു സെയിം ആർക്കിടെക്ചർ ആണ്. ഞാൻ ഈ പറഞ്ഞു വരുന്ന ഈ ഒരു ലോജിക്കനാണ് ഈ എല്ലാ ക്യാൻഡിൽസിലും ഫോം ആവുന്നത്. ഇനി ലെറ്റ്സ് കം ടു നമ്മുടെ മെയിൻ ടോപ്പിക്, ഫ്രാക്ടാലിറ്റി. ഓക്കെ, ഫ്രാക്ടാലിറ്റി എന്ന് വെച്ചാൽ ഈ ഞാൻ പറഞ്ഞിരിക്കുന്ന ക്യാൻഡിൽസ് നമുക്ക് ഏത് ടൈം ഫ്രെയിം ആവാം. ഓക്കെ, നമുക്കിത് ഇതെല്ലാം ഒരു 1 മിനിറ്റിന്റെ ക്യാൻഡിൽസ് ആവാം. 1 മിനിറ്റിലെ ക്യാൻഡിൽ ആകുമ്പോൾ ഇത് ചിലപ്പോൾ 1 സെക്കൻഡ്സിന്റെ ഇന്നർ ക്യാൻഡിൽസ് ആയിരിക്കും ഈ കാണുന്നത്. നമുക്കിതൊരു 3 മിനിറ്റിന്റെ ക്യാൻഡിൽ ആവാം. 3 മിനിറ്റ് ക്യാൻഡിൽ ആകുമ്പോഴത്തേക്ക് നമുക്ക് അതിന്റെ ഉള്ളിലുള്ള ഒരു ഇന്നർ പാറ്റേൺ ആണ് ഞാൻ കാണിക്കുന്നത്. ഞാൻ അത് ക്ലിയർ ആയിട്ട് പറഞ്ഞുതരാം. സോ ഫോർ എക്സാമ്പിൾ, നമുക്ക് ഇതൊരു 1 ഡേയുടെ ക്യാൻഡിലായിട്ട് എടുക്കാം. ഓക്കെ, ഇതൊരു 1 ഡേയുടെ ക്യാൻഡിലായിട്ട് എടുത്താൽ നമുക്ക് നമ്മുടെ ചാർട്ടിലേക്ക് പോയി കഴിഞ്ഞാൽ ഇതൊരു 1 ഡേയുടെ ക്യാൻഡിൽ ആണെങ്കിൽ നമുക്ക് ഇങ്ങനെ കൺസിഡർ ചെയ്യാം. ഇതായിരുന്നു ക്യാൻഡിൽസിന്റെ ഓപ്പൺ, ആ ഡെയിലി ക്യാൻഡിലിന്റെ ഓപ്പൺ. ആ ക്യാൻഡിൽ ആദ്യം താഴേക്ക് മാനിപ്പുലേറ്റ് ചെയ്തു. നമുക്കിതൊരു ഫുൾ ബോഡി ആയിട്ട് കൺസിഡർ ചെയ്യാം. ഓക്കെ, അപ്പം നമ്മുടെ ക്യാൻഡിൽ ഓപ്പൺ ആയത് ഇവിടാണ്. നമ്മുടെ ഫസ്റ്റ് വിക്ക്, മാനിപ്പുലേഷൻ വിക്ക് ഫോം ആയത് ഇവിടാണ്. ഓക്കെ, ഇവിടെ മാനിപ്പുലേഷൻ വിക്ക് ഫോം ആയി, ക്യാൻഡിൽ മേളിലേക്ക് പോയി, തിരിച്ച് ഇവിടെ വന്ന് ക്ലോസ് ആയി എന്ന് വെച്ചോ. അപ്പൊ ക്യാൻഡിലിന്റെ ബോഡി ഇങ്ങനെ ഇരിക്കും, നമ്മുടെ മേളോട്ടുള്ള വിക്ക് ഇങ്ങനെ ഇരിക്കും. പെർഫെക്റ്റ്. സോ ഞാനത് കുറച്ച് മാറ്റി കാണിച്ചാൽ പെർഫെക്റ്റ്. നമ്മുടെ ക്യാൻഡിൽ ഇവിടെ ഓപ്പൺ ആയി, താഴോട്ട് പോയി, മുകളിലോട്ട് പോയി, റിട്രേസ് ആയി, ബോഡി ക്ലോസ്. സോ ഈ ഒരു 1 ഡേയുടെ ക്യാൻഡിലുള്ളിൽ ആ ഒരു 1 ഡേയുടെ ക്യാൻഡിൽ ഫോം ആവാൻ എത്ര കൊച്ചു ക്യാൻഡിൽസ് ഉണ്ടായെന്ന് കണ്ടോ? ഓക്കെ, അതേപോലെ നമ്മുടെ 15 മിനിറ്റ്സിന്റെ അകത്തും ഇതേപോലെ ഒരുപാട് കൊച്ചു 1 മിനിറ്റിന്റെ ക്യാൻഡിൽസ് ഉണ്ടാവാം, 15 സെക്കൻഡ്സിന്റെ ക്യാൻഡിൽസ് ഉണ്ടാവാം. അപ്പം ഇവരെല്ലാരും ഫോം ആവുന്ന ഈ ഒരു സെയിം ലോജിക്കിലാണ്. ഓക്കെ, നിങ്ങൾക്ക് ഈ ഒരു കോൺസെപ്റ്റ് മനസ്സിലാക്കി. ഇതാണ് ഫ്രാക്ടാലിറ്റി എന്ന് പറയുന്നത്. നമുക്ക് ഒരു പാറ്റേൺ വെച്ച് നോക്കാം. ഈ ഒരു നിങ്ങൾ കണ്ടുവരുന്ന ഒരു പാറ്റേൺ ആയിരിക്കും ഇങ്ങനെ ഹയർ ഹൈ, ഹയർ ലോ, ഹയർ ഹൈ, ഹയർ ലോ, ഹയർ ഹൈ. ഈ ഒരു സെയിം പാറ്റേൺ ഇത് H4 അവറിന്റെ ക്യാൻഡിലാണ്. നമ്മൾ 1 മിനിറ്റിൽ പോയാലും നമ്മൾ ഈ ഒരു സെയിം പാറ്റേൺ നമുക്ക് അവിടെ കാണാൻ പറ്റും. ഇത് നമുക്കിപ്പം ഒരു 1 അവറിന്റെ ചാർട്ടിലേക്ക് പോയാലും നമുക്ക് ആ ഒരു സെയിം പാറ്റേൺസ് അവിടെ കാണാൻ പറ്റും. ഓക്കെ, സോ ഇതാണ് ഫ്രാക്ടൽ എന്ന് പറയുന്നത്. സോ ഇതൊരു 1 ഡേയുടെ ക്യാൻഡിൽ ആണെങ്കിൽ
ആ ഒരു വൺ ഡേയുടെ ക്യാൻഡിലിൽ ഇപ്പം ഒരു ഡേയിൽ ഇപ്പൊ നമുക്ക് 24 hours ഉണ്ട്. 24 hours 60 minute വെച്ച് ഒരു അവറിലുണ്ട്. സോ 60 minute into 24, അപ്പൊ ഇത് 1 hour ക്യാൻഡിൽ ആണെങ്കിൽ അത്രയും ക്യാൻഡിൽ സ്റ്റിക്സ് ആണ് ഈ ഒരു 1 hour ഫോം ചെയ്യുന്നത്, സോറി 1 day ഫോം ചെയ്യുന്നത്. സോ നിങ്ങൾക്ക് ആ ഒരു ഫ്രാക്ടാലിറ്റിയുടെ കോൺസെപ്റ്റ് മനസ്സിലായി ഞാൻ വിശ്വസിക്കുന്നു. അല്ലെ, ഫ്രാക്ടാലിറ്റിയുടെ ആ ഒരു കോൺസെപ്റ്റ് മനസ്സിലായിട്ടില്ല എങ്കിൽ ഞാൻ ഒന്നും കൂടെ റീക്യാപ്പ് ചെയ്യാം. നമുക്ക് എല്ലാ ക്യാൻഡിൽസും 1 ഡേയുടെ ക്യാൻഡിൽ, 1 മന്തിന്റെ ക്യാൻഡിൽ, 1 മിനിറ്റിന്റെ ക്യാൻഡിൽ, 1 സെക്കൻഡിന്റെ ക്യാൻഡിൽ, എല്ലാ ക്യാൻഡിലിന്റെയും എഞ്ചിനീയറിംഗ് ഇതാ ഈ ഒരു സെയിം രീതിയിലാണ്. ക്യാൻഡിൽ ആദ്യം കൺസോൾട്ടേഷൻ ആയിരിക്കും, പിന്നെ ക്യാൻഡിലിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് മാനിപ്പുലേറ്റ് ചെയ്യും, ക്യാൻഡിലിന്റെ റിയൽ ഡയറക്ഷനിലേക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും, പിന്നെ റിട്രേസ് ആവും, ക്യാൻഡിൽ ക്ലോസ് ആവും. സോ 1 മിനിറ്റിലാണെങ്കിൽ ഈ എല്ലാ കാര്യവും 1 മിനിറ്റിനുള്ളിൽ നടക്കണം. ഒരു ഡേ ക്യാൻഡിൽ ആണെങ്കിൽ ഒരു ഡേ കൊണ്ട് നടന്നാൽ മതി. ഓക്കെ, സോ ഇതാണ് നമ്മുടെ ക്യാൻഡിലിന്റെ ആർക്കിടെക്ചർ വരുന്നത്. ഇതാണ് ഒരു ക്യാൻഡിൽ സ്റ്റിക്സിന്റെ അകത്ത് നടക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. സോ നമുക്ക് ഇവിടെ പറയാനുള്ളൊരു ടോപ്പിക് ആണ് ഓപ്പൺ ഹൈ ലോ ക്ലോസ്. ഓപ്പൺ ഹൈ ലോ ക്ലോസ്. ഓക്കെ, ഇതിന്റെ ഓപ്പൺ ഹൈ ലോ ക്ലോസ് ഒരു ബെയറിഷ് ഡേ ആണ്. അതേപോലെ നമുക്ക് ഓപ്പൺ ലോ ഹൈ ക്ലോസ്, ഓപ്പൺ ലോ ഹൈ ക്ലോസ് ഒരു ബുള്ളിഷ് ഡേ ആണ്. നമുക്ക് ഇതൊന്ന് ഡ്രോ ചെയ്ത് നോക്കാം. ഓപ്പൺ ഇവിടാണ്, ഓപ്പൺ ഹൈ ലോ ക്ലോസ്. ഓക്കെ, നമുക്ക് അതിന്റെ അടുത്തത് നോക്കാം. ഓപ്പൺ ലോ ഹൈ ക്ലോസ്. എല്ലാ ക്യാൻഡിലും ഇങ്ങനെയാണ് ഫോം ആവുന്നത്. നിങ്ങൾക്ക് അപ്പൊ ക്യാൻഡിൽ സ്റ്റിക്സിന്റെ ഒരു ഇന്നർ ഡീറ്റെയിൽ കിട്ടിയെന്ന് വിചാരിക്കുന്നു. ക്യാൻഡിൽ സ്റ്റിക്സിന് പ്രത്യേകിച്ച് മീനിങ്സ് ഒന്നുമില്ല, ഒരു ക്യാൻഡിലിന്റെ ആർക്കിടെക്ചറിലാണ് കാര്യം. ആ ഒരു ക്യാൻഡിൽ സ്റ്റിക്സിന്റെ ആർക്കിടെക്ചർ ഡിസൈഡ് ചെയ്യും ഫ്യൂച്ചറിലെ പ്രൈസിന്റെ ഡിസിഷൻ. സോ ഇങ്ങനത്തെ ഒരു ക്യാൻഡിൽ ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഒരു റെഡ് കളർ ക്യാൻഡിൽ ആണെന്ന് വെച്ചോ. ഓക്കെ, ഇങ്ങനത്തെ ഒരു ക്യാൻഡിൽ ഒരു റെഡ് കളർ ക്യാൻഡിൽ ആവാം, ഗ്രീൻ കളർ ക്യാൻഡിൽ ആവാം. ഈ ക്യാൻഡിൽ ഒന്നും പ്രത്യേകിച്ച് ഒരു മീനിങ്ങും ഇല്ല. നമുക്ക് ഈ വിക്കിലൊക്കെയാണ് കാര്യം. അത് നമുക്ക് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് ഫെയർ വാല്യൂ ഗ്യാപ്സ് ഒക്കെ പഠിപ്പിക്കുമ്പോൾ ഞാൻ അത് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. സോ ക്യാൻഡിൽ സ്റ്റിക്സിന്റെ ഒരു ഓവറോൾ ഔട്ട്ലുക്ക് എങ്ങനെയാണ്. ഇനിയപ്പോ നമ്മുടെ അഡ്വാൻസ്ഡ് സ്റ്റുഡൻസിന് നമുക്ക് ഒരു ഹിന്റ് കൊടുക്കാം. അഡ്വാൻസ്ഡ് ആയിട്ട് അല്ലെങ്കിൽ കുറച്ച് നാളായിട്ട് ട്രേഡ് ചെയ്യുന്ന സ്റ്റുഡൻസിന് ഒരു ഹിന്റ് കൊടുക്കാം. സോ ഈ ഒരു ക്യാൻഡിൽ നമ്മളൊരു ഡേ ട്രേഡേഴ്സ് ആണ്. ഓക്കെ, നമ്മളപ്പോ ഡേ ട്രേഡിങ്ങിൽ ഈ ഒരു ക്യാൻഡിൽ എന്ന് പറയുന്നത് ഒരു ഡേയിലെ ക്യാൻഡിൽ ആണ്. ഓക്കെ, അപ്പം ഈ ഒരു ക്യാൻഡിലിന്റെ അകത്ത് നമുക്ക് മൾട്ടിപ്പിൾ ചെറിയ ക്യാൻഡിൽസ് കാണും. ഓക്കെ, മൾട്ടിപ്പിൾ ചെറിയ ക്യാൻഡിൽസ് കാണും. ഇങ്ങനത്തെ ഈ ഒരു ലൈക്ക് ഞാൻ പറഞ്ഞു വന്ന ഒരിതില് ഓക്കെ, മൾട്ടിപ്പിൾ ചെറിയ ക്യാൻഡിൽസ് കാണും. അപ്പൊ ഒരു ഡേ ട്രേഡിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നവര് നമ്മുടെ നോർമൽ ടൈമിങ്ങിൽ ഇപ്പം അമേരിക്കൻ ടൈം ഫ്യൂച്ചേഴ്സ് ട്രേഡ് ചെയ്യുന്നവർ അമേരിക്കൻ ടൈം 9:30 to വൈകുന്നേരം ഒരു 4 മണി വരെയാണ് ട്രേഡ് ചെയ്യുന്നത്. അതേപോലെ ഇപ്പം ലണ്ടൻ ടൈം ട്രേഡ് ചെയ്യുന്നവര്, ഫോറക്സിൽ ലണ്ടൻ ടൈം ട്രേഡ് ചെയ്യുന്നവർ നമുക്കൊരു ഉച്ചക്ക് അമേരിക്കൻ ടൈം ഏർലി മോർണിംഗ് 2:30 to ഒരു എന്താ പറയാ 7 in the morning. ഇതൊക്കെയാണ് നമ്മുടെ അമേരിക്കൻ ടൈം അല്ലെങ്കിൽ ലണ്ടൻ ടൈം ട്രേഡ് ചെയ്യുന്ന ഒരു ഫോറക്സിന്റെ ഒരു ടൈമിങ് വരുന്നത്. സോ നിങ്ങൾക്ക് നോക്കാൻ പറ്റുന്ന വെച്ചാൽ നമുക്ക് ഈ ഡേ ട്രേഡിങ്ങിൽ നമ്മൾ ഒരു ഡേ ക്യാൻഡിൽ നമ്മൾ ഇത്രയും ക്യാൻഡിൽസ് ഫോം ചെയ്യുന്നുണ്ട്. സ്കാൽപ്പേഴ്സിന് എന്തുകൊണ്ട് ഒരു 1 hourന്റെ ക്യാൻഡിൽ നമുക്കൊരു ഡേ ക്യാൻഡിലിനെ പോലെ കൺസിഡർ ചെയ്തുകൂടാ? ഒരു 4 hourന്റെ ക്യാൻഡിൽ എന്തുകൊണ്ട് ഒരു ഡേ ക്യാൻഡിലിനെ പോലെ കൺസിഡർ ചെയ്തുകൂടാ? നിങ്ങൾക്ക് നോട്ട് ചെയ്ത് സ്റ്റഡി ചെയ്യാനുള്ള കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. 1 hourന്റെ അല്ലെങ്കിൽ 4 hourന്റെ ഓപ്പണിങ്സ്, 1 hourന്റെ അല്ലെങ്കിൽ 4 hourന്റെ മാനിപ്പുലേഷൻസ്, ഓക്കെ, അതേപോലെ 1 hourന്റെ അല്ലെങ്കിൽ 4 hourന്റെ ഡിസ്ട്രിബ്യൂഷൻസ്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് നോട്ട് ചെയ്ത് വെച്ചൊന്ന് പഠിക്കാം. അതേപോലെ ആ ഒരു ക്യാൻഡിലിന്റെ ക്ലോഷേഴ്സ്,
ഓക്കെ. ക്യാൻഡിലെ ക്ലോഷേഴ്സ് നിങ്ങൾക്ക് ഇത്രയും കാര്യങ്ങൾ അഡ്വാൻസ്ഡ് സ്റ്റുഡൻസിനെ ഒന്ന് നോട്ട് ചെയ്ത് വെച്ച് പഠിക്കാം. എന്തുകൊണ്ടൊരു വൺ ഡേയുടെ നമ്മളൊരു വൺ ഡേയുടെ ക്യാൻഡിലാണ് ഇപ്പൊ ട്രേഡ് ചെയ്യുന്നത്. സോ നമുക്ക് വൺ ഡേയുടെ ക്യാൻഡിലിന് പകരം എന്തുകൊണ്ട് നമുക്കൊരു 1 അവറിന്റെ ക്യാൻഡിൽ ഒരു ഡേയുടെ ക്യാൻഡിലായിട്ട് കൺസിഡർ ചെയ്തോടാ, എന്തുകൊണ്ട് ഒരു 4 അവറിന്റെ ക്യാൻഡിൽ ഒരു ഡേയുടെ ക്യാൻഡിലായിട്ട് കൺസിഡർ ചെയ്തോടാ. നിങ്ങളപ്പോ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കി സ്റ്റഡി ചെയ്യുക. എന്നിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ട്രേഡിംഗ് സ്ട്രാറ്റജിയിൽ യൂസ് ചെയ്യുക. സോ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ ഗൈസ്. സോ അടുത്ത ചാപ്റ്ററിൽ പോകുന്നതിന് മുമ്പ് നിങ്ങൾ ക്ലിയർ ആയിട്ട് മാർക്കറ്റിൽ ഇരുന്ന് സ്റ്റഡി ചെയ്യുക. സോ അണ്ടിൽ ദെൻ ട്രേഡ് സേഫ്, ബി സേഫ്, ബൈ ഫോക്സ്.